അമേരിക്കൻ നടപടി ദൗർഭാഗ്യകരമെന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രതികരണം. ട്രംപിന്റേത് സാമ്പത്തിക ഭീഷണിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഇന്ത്യയെ അന്യായമായ വ്യാപാര കരാറിലേക്ക് തള്ളിവിടാനുള്ള ശ്രമമാണ് ട്രംപിന്റേതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. അനൂപ്, ഇന്ത്യയുടെയും അമേരിക്കയുടെയും രാഷ്ട്രത്തലവന്മാർ പരസ്പരം ഫ്രണ്ടെന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നിടത്ത് ശക്തമാകുമെന്ന് കരുതിയിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധമാണ് ഇപ്പോൾ ഏഷ്യയിൽ തന്നെ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത തരത്തിലുള്ള ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയോട് അമേരിക്ക ചെയ്യുന്ന പ്രതികാര നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഇന്ത്യ എങ്ങനെ നേരിടും? ഉയർന്നുവരുന്ന പ്രതികരണങ്ങൾ എങ്ങനെ? ഞങ്ങൾ രാജ്യ താല്പര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഇന്ത്യ ട്രംപിന്റെ നടപടിയോട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അത്ര എളുപ്പമാവുമെന്ന് തോന്നുന്നില്ല. കാരണം ആദ്യം 25% പകരച്ചുങ്കം, അത് കഴിഞ്ഞ് 25% പിഴച്ചുങ്കം എന്നിവ ചുമത്തിയതോടുകൂടി അമേരിക്ക കൃത്യമായ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ത്യയുമായി അങ്ങനെ പെട്ടെന്ന് വഴങ്ങുന്ന ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്നത്. ട്രംപിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടെണ്ണമാണ്. ഒന്ന്, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു. അതിന് അവർ പറയുന്ന ന്യായം വലിയ വിചിത്രമാണ്. കാരണം അവർ പറയുന്നത് അവിടെ യുക്രൈനിൽ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യ, അതുകൊണ്ട് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് കൊണ്ട് യുദ്ധത്തിന് അത് വലിയ സഹായമാണ് എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഗാസയിൽ 10,000-കണക്കിന് മനുഷ്യരെ ഇസ്രായേൽ തള്ളുന്നുണ്ട്. ഇസ്രായേലിന് വേണ്ട സകല സഹായവും അവിടത്തേക്ക് വേണ്ട ആയുധങ്ങളും കയറ്റി അയക്കുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് ആ വാദത്തിൽ യാതൊരു തരുമ്പും അദ്ദേഹത്തിന് ആത്മാർത്ഥതയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഇപ്പോൾ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മാസങ്ങളായി. പക്ഷേ അതിൽ വലിയൊരു പ്രശ്നമുള്ളത്, അവിടെ നിന്ന് പാൽ ഉൽപ്പന്നങ്ങളും ഒപ്പം തന്നെ അവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ട്രംപിന് താല്പര്യമുണ്ട്. അത് കോടിക്കണക്കിന് രൂപ അമേരിക്ക വിപണിക്ക് ഉണർവ് നൽകുന്ന ഒരു തീരുമാനമായിട്ട് അത് മാറും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചുള്ള പ്രശ്നം, ഇന്ത്യയിൽ പാൽ ഉൽപ്പന്നങ്ങൾ ആവശ്യത്തിനുണ്ട്, നമ്മളത് കയറ്റി അയക്കുന്നുണ്ട്. അതേസമയം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട്. അവിടെ നിന്ന് സാധനം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് അത് വലിയ കുഴപ്പമാകും. ക്ഷീര കർഷകർക്കും അതല്ലാത്ത കർഷകർക്കും ഒക്കെ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ഈ ക്ഷീര കർഷകരെയും മറ്റ് കർഷകരെയും ബാധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോകില്ല എന്ന് ഇന്ത്യ പറഞ്ഞിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിലും വലിയ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമം. പക്ഷേ അതിന് വഴങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കുന്ന ഒരു തീരുമാനമായി പോകും. അതുകൊണ്ട് സർക്കാർ അതിന് നിൽക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം ബന്ധമുള്ള റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുക, ഒപ്പം തന്നെ ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സാധിച്ചാൽ അത് നല്ലതാവുമെന്ന് ഒരുപക്ഷെ ഇന്ത്യ ചിന്തിച്ചേക്കാം. പക്ഷേ അതിപ്പോൾ നിലവിലുള്ള ഒരു ലോകക്രമത്തിൽ വലിയ മാറ്റം വരുത്തുന്ന നിലയിലുള്ള തീരുമാനമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് അത് പറയാൻ കഴിയില്ല. ട്രംപും ഈ വിഷയം പരിഹരിച്ച് ഇന്ത്യയെ കൂടെ കൂട്ടാൻ തന്നെയാണ് ശ്രമിക്കുക. പക്ഷേ അതിന് ഇന്ത്യ എന്ത് വില നൽകേണ്ടി വരും എന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. എന്തായാലും ഈ വിഷയത്തിൽ അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തീരുമാനം ഇന്ത്യ സ്വീകരിക്കുമ്പോൾ അത് റഷ്യയുമായി കൂടുതൽ ബന്ധം ആക്കുക എന്നുള്ളതായിരിക്കും. അടുത്ത ഘട്ടം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ലോകക്രമത്തിലെ നിലവിലെ സാഹചര്യത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ബന്ധങ്ങൾ വേണ്ടിവരും. അപ്പോൾ അതിന് കുറേ താമസമെടുക്കും. എന്തായാലും ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കുപോക്കുകളാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചു വരുന്നത്.